ദിജുസ് വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ഡേ ഒന്ന് ബൈക്കിൽ കറങ്ങാമെന്ന് വിചാരിച്ചു. നമ്മൾ കോഴിക്കോടൊക്കെ ഒന്ന് ചില ഭാഗങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് ഇന്ന് മെല്ലെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. ഓക്കെ, നമ്മളിന്ന് പോകുന്നത് നമ്മളെ ഒരു പഴയ ബൈക്കായ പ്ലാറ്റിനയായിരുന്നു. നോർമൽ ഒരു റൈഡ് പോകാമെന്ന് വിചാരിച്ചു. നമ്മളങ്ങനെ നേരെ NH-ലേക്ക് കയറി. ഇത് നമ്മൾ പുതിയ ബൈപ്പാസാണ് NH-66. ഇപ്പോൾ റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇപ്പോൾ കോഴിക്കോട് ടൗണിലേക്കൊക്കെ എളുപ്പമായിട്ട് നമുക്ക് പെട്ടെന്ന് എത്താൻ പറ്റുന്ന റോഡ് ഇപ്പം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. വഴിയാണ് നമ്മൾ തൊണ്ടാട് ബൈപ്പാസ്. നമ്മളങ്ങനെ ചായ അടിക്കാമെന്ന് കയറി കേട്ടോ. ഇതെവിടെ സ്ഥലം? കാളാണ്ടിത്താഴം. നമ്മളൊരു ചായ അടിക്കാൻ കയറി. അങ്ങനെ കടി എന്താ രണ്ട് കാര്യം കേട്ടോ. ഇത് അരിയുണ്ട് കേട്ടോ. നമ്മളിതാണ് ഓർഡർ ചെയ്തത്. എങ്ങനെയുണ്ട് ചോദിച്ചൊക്കെ ഏട്ടാ? അരിയുണ്ട. നമ്മൾ പിന്നെ ഒരു കോഫിയാണ് പറഞ്ഞത് കേട്ടോ. കോഫി കൊള്ളാം, അടിപൊളി കോഫി. പക്ഷെ കോഫി കുടിക്കുമ്പോൾ ആദ്യം മധുരമുള്ള കഴിക്കരുത്. അപ്പോൾ കോഫീൻ്റെ മധുരം കുറഞ്ഞു കേട്ടോ. ഞാനിപ്പോൾ ആദ്യം അരി ഉണ്ടായിരിക്കുന്നുണ്ട്, ഇതിന് മധുരം കുറഞ്ഞു. നല്ല ഫിൽറ്ററല്ലേ ഇതൊക്കെ? നല്ല നല്ല ഫോട്ടോ. നമ്മളങ്ങനെ ചായ കുടിച്ചിറങ്ങി. ഇതാണ് നമ്മൾ കുടിച്ച ചായ. ചിക്കൻ വെജ് ക്രോയിസി. കുഴപ്പമില്ല, നല്ല ആംബിയൻസൊക്കെ ഉള്ള ചായക്കട.
ഗേറ്റാണ് നമ്മൾ ഈ കാണുന്നത്. പിന്നെ മോള് നമുക്ക് റെസ്റ്റോറൻറ്റ്, നമുക്ക് എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് കിട്ടും. അതിൻ്റെ അടുത്തായിട്ട് നമുക്കൊരു മ്യൂസിയം കാണാം. അത് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്നതാണ് ഈ ക്ലാസ്സിൻ്റെ. പിന്നെ നമ്മളെ മെയിൻ ഹോസ്പിറ്റലാണ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ. കോഴിക്കോടിലെ ഏറ്റവും വലിയ ഹോസ്പിറ്റലുള്ള ഒരു ഹോസ്പിറ്റലാണ് ഈ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ. അതിവിടെയാണ് കാണുന്നത്. നമ്മൾ ഈ ഫ്ലൈ ഓവർ കയറി കഴിഞ്ഞാൽ നേരെ നമ്മൾ എത്തിച്ചേരുന്നത് നമ്മളെ ടൗണിൻ്റെ മധ്യഭാഗത്തേക്കാണ്. അതായത് നമ്മളെ പുതിയ സ്റ്റാൻഡൊക്കെ ഇതിൻ്റെ അടുത്തായിട്ടാണ് കാണുന്നത്. നമ്മളിപ്പോൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത് മാവൂർ റോഡിലൂടെയാണ്. നമ്മൾ ഈ കാണുന്നതാണ് നമ്മളെ പുതിയ സ്റ്റാൻഡ്. കോഴിക്കോട്ടിലെ ഏറ്റവും വലിയ പ്രൈവറ്റ് സ്റ്റാൻഡാണ് ഈ കാണുന്നത്. ഇതിൻ്റെ മുന്നിലുള്ള കെട്ടിടങ്ങളൊക്കെയാണിത്. നമ്മളിവിടെ മാവൂർ റോഡുള്ള സിഗ്നലിലാണ് ഇപ്പോൾ നിൽക്കുന്നത്.
ടോപ്പ് ഹോട്ടലാണ് സാഗർ ഹോട്ടൽ. ഇതാണ് നമ്മൾ കോഴിക്കോട് ബീച്ചിലേക്കുള്ള ഫസ്റ്റ് എൻട്രി വരുന്നത്. ഈ കാണുന്നതാണ് നമ്മളെ ഏറ്റവും ഫേമസ് ആയ കോഴിക്കോട് ബീച്ച്. അതായത് നമ്മളെല്ലാവരും ഒരു വികാരമായ കോഴിക്കോടിൻ്റെ ബീച്ചാണ് ഈ കാണുന്നത്. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഈ കാണുന്നതാണ് കോഴിക്കോട് ഹോസ്പിറ്റലാണ് കാണുന്നത്. കോഴിക്കോടിൻ്റെ ബീച്ച് ഹോസ്പിറ്റലാണ്. അതിൻ്റെ ഓപ്പോസിറ്റാണ് നമ്മൾ കോഴിക്കോട് ബീച്ച് കാണുന്നത്. ഇപ്പോൾ ബീച്ചിലൊക്കെ കുറച്ച് റിനോവേഷൻ നടക്കുന്നുണ്ട്. കുറേ നടപ്പാതകളൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഈ ലെഫ്റ്റ് സൈഡിലാണ് നമുക്ക് നല്ല ഡ്രൈവ് ചെയ്ത് ഇങ്ങനെ പോകാൻ പറ്റുന്ന ഒരു റോഡാണ് ഈ കാണുന്നത്. ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഗംഭീരമായ ബീച്ച് നമുക്ക് വിശാലമായിട്ട് കാണാം. ഈ ബീച്ചിൻ്റെ അടുത്തുള്ള ഒരു വഴികളാണ് ഈ കാണുന്നതൊക്കെ. അതിൻ്റെ അടുത്തൊരു പാർക്ക് കാണുന്നുണ്ട്. ഈ കാണുന്നത് ലൈറ്റ് ഹൗസാണ്. അതിൻ്റെ അപ്പുറത്ത് നമുക്ക് പാർക്കിൽ ഇരുന്ന് റെസ്റ്റൊക്കെ ചെയ്യാൻ പറ്റുന്ന ഏരിയയാണ് ഈ കാണുന്നത്. ഇതാണ് നമ്മളെ ബട്ട്റോഡ് ബീച്ച്. കോഴിക്കോടിൻ്റെ അതിമനോഹരമായിട്ടുള്ള ഒരു ബീച്ചാണ് ബട്ട്റോഡ് ബീച്ച്. നമുക്ക് ഈ ബീച്ചിൽ നമുക്ക് പാർക്കും ഇതിൻ്റെ കൂടെ കൂടിച്ചേർന്നാണ് ഈ ബീച്ച് നിൽക്കുന്നത്. അതായത് നമുക്ക് ഈ ബീച്ചിൽ നിന്ന് നമുക്ക് റിലാക്സ് ചെയ്ത് എൻജോയ് ചെയ്യാൻ പറ്റും. ഫാമിലിയൊക്കെ ആയിട്ടും കപ്പിൾസായിട്ട് നമുക്ക് വന്ന് റിലാക്സ് ചെയ്ത് ഇരിക്കാൻ പറ്റുന്നൊരു ബീച്ചാണ്. ഈ ബീച്ചിൻ്റെ അടുത്ത് തന്നെ നമുക്ക് സ്ട്രീറ്റ് ഫുഡുകൾ അവൈലബിൾ ആണ്. നമുക്ക് തട്ടുകട പോലെ നമുക്ക് കോഴിമുട്ട അല്ലെങ്കിൽ ആംപ്ലേറ്റ് ചായ കുടിക്കാം. പലഹാരങ്ങൾ എണ്ണക്കടികളൊക്കെ നമുക്കിവിടെ ലഭ്യമാണ്. ഇതിൻ്റെ അടുത്ത് തന്നെ നമുക്ക് കോഴിക്കോടിൻ്റെ തനതായ ഐശ്വര്യതി ഇവിടെ ലഭ്യമാണ്. നമുക്ക് ഐശ്വര്യതി ഉപ്പിലിട്ട മാങ്ങ, നെല്ലിക്ക, പിന്നെ നമുക്ക് സർബത്തുകളും ഇങ്ങനത്തെ തണുത്ത വെള്ളങ്ങളും എല്ലാം ജ്യൂസൊക്കെ നമുക്കിവിടെ ലഭ്യമാണ് ഈ സ്ട്രീറ്റ് ഫുഡിൽ. ഈ സ്ട്രീറ്റ് ഫുഡ് ഐറ്റംസിൽ നമുക്ക് ഇവിടെ ഈ ബട്ട്റോഡിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് നമുക്കിവിടെ ഒരു ഏരിയ തന്നെ നമുക്കിവിടെ കാണാൻ പറ്റും.
ഇവിടെ ഒരു കഫേ ഉണ്ട് കേട്ടോ. കയറി ചെന്ന എൻട്രിയിൽ തന്നെ ഒരു കഫേ ഉണ്ട്. ഇതാണ് ആ കഫേ വരുന്നത്. കഫേൻ്റെ മുന്നിൽ നമുക്കിവിടെ പാർക്കാണ്. ഇവിടെ ഐസ്ക്രീം ഉണ്ട്, പോപ്കോൺ ഉണ്ട്, ഐസ്ക്രീമൊക്കെ ഇതാ, കോൺ ഐസ്ക്രീം ഉള്ള ഐറ്റംസ് ഉണ്ട് കേട്ടോ. പിന്നെ നമുക്കിത് അങ്ങോട്ട് വന്നാൽ കോഫി കാര്യങ്ങൾ, കേക്ക്സ്. ഇതാണ് കല്ലുമ്മക്കായ കേട്ടോ. കല്ലുമ്മക്കായ, പഴംപൊരി, വട, പപ്സ് വരുന്നുണ്ട്. ആംബിയൻസ് കേട്ടോ. ഇവിടെ കുട്ടികൾ കളിക്കാനുള്ള ഇതൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ഇതാ കുട്ടികൾ കളിക്കാനുള്ള ഐറ്റംസ്. നമ്മളങ്ങനെ വീട്ടിലെത്തിയിരിക്കുന്നു ഗൈസ്. അങ്ങനെ നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.